പ്രോബ്ലം ചെയ്യേണ്ടതിന് കണ്ടിന്യൂ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ എക്സ് ഇൻറ്റു 3x + 1 ഇൻറ്റു y ഡബിൾ ഡാഷ് മൈനസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ ഡാഷ് പ്ലസ് 2y = 0. സോ നമ്മൾ എന്താ ചെയ്യുക, എക്സ് ഇൻറ്റു 3x + 1 എന്ന് പറഞ്ഞ ആളെ കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യണം. സോ എന്ത് കിട്ടും, y ഡബിൾ ഡാഷ് മൈനസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു 3x + 1 ഇൻറ്റു വൈ ഡാഷ് പ്ലസ് 2 ബൈ എക്സ് ഇൻറ്റു 3x + 1 ഇൻറ്റു y = 0. അപ്പോൾ പി ഓഫ് എക്സ് ആരാ, പി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു 3x + 1. ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 2 ബൈ എക്സ് ഇൻറ്റു 3x + 1. സോ എക്സ് ഈക്വൽ ടു എന്താ കിട്ടി, എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിൻറ്റും എക്സ് ഈക്വൽ ടു -1/3 എന്നുള്ള പോയിൻറ്റും അല്ലേ ആണ് സിംഗുലർ പോയിൻറ്റ്സ്. സോ നമ്മൾ നോക്കാം, ഈ സിംഗുലർ പോയിൻറ്റ്സ് ഇറഗുലർ സിംഗുലർ പോയിൻറ്റ്സ് ആണോ റെഗുലർ സിംഗുലർ പോയിൻറ്റ്സ് ആണോ എന്ന് അറിയണം. എക്സ് ഈക്വൽ ടു 0 എടുത്താൽ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു -x + 1 / 3x + 1. അറ്റ് എക്സ് ഈക്വൽ ടു 0 ഇനി പ്രശ്നമില്ല, ദാറ്റ് ഈസ് അനലിറ്റിക് അറ്റ് എക്സ് ഈക്വൽ 0. ആൻഡ് എക്സ് സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഈക്വൽ എന്താ വരിക, 2x / 3x + 1. അപ്പോൾ എന്തുണ്ടാവും, കെട്ടിത്തളയുമ്പോൾ അറ്റ് എക്സ് ഈക്വൽ 0 ഇവിടെ എന്തുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ 0 ഈസ് എ റെഗുലർ സിംഗുലർ പോയിൻറ്റ്. എക്സ് ഈക്വൽ 0 എ റെഗുലർ സിംഗുലർ പോയിൻറ്റ്. പിന്നെ എക്സ് ഈക്വൽ -1/3 ആണ്. അപ്പോൾ എന്താണ്ടാവുക, 3x + 1 ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു -x + 1 / x ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു -1/3 കുഴപ്പമില്ല. അതുപോലെ 3x + 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു 3x + 1 / x ആണ്. അവിടെയും അറ്റ് എക്സ് ഈക്വൽ ടു -1/3 കുഴപ്പമുണ്ടാവില്ല. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു -1/3 ഈസ് ആൾസോ എ റെഗുലർ സിംഗുലർ പോയിൻറ്റ്. ഓക്കെ, നൗ നമ്മൾ എങ്ങനത്തെ ക്വസ്റ്റൻ ഡീൽ ചെയ്യാൻ പോണേ, വെരിഫൈ ദാറ്റ് ദ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് എക്സ് വൈ = 0 ഹാസ് എ 3-term recursion formula and find its series solutions y1 of x and y2 of x, where y1 of x equal to 1 and y dash 0 equal to 0 and y2 of 0 equal to 0 and y2 dash of 0 equal to 0. സോ നമ്മൾ സോൾവ് ചെയ്യാം. നമുക്ക് അതുപോലെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്കത് വരുന്നതിൽ ചെയ്യാവുന്നതാണ്. എന്താ പറയാൻ പോകുന്നത്, സീരീസ് സൊല്യൂഷൻസ് ഓഫ് എ റെഗുലർ സിംഗുലർ പോയിൻറ്റ്. അപ്പോൾ റെഗുലർ സിംഗുലർ പോയിൻറ്റ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോണേ. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് അറൈവ് ഇൻ ഫിസിക്കൽ പ്രോബ്ലംസ് മേ റിക്വയർ സീരീസ് സൊല്യൂഷൻസ് അറ്റ് റെഗുലർ സിംഗുലർ പോയിൻറ്റ്സ്. We know that at regular singular points there exists at least one series solution in the form x raised to m into summation n equal to 0 to infinity a n x raised to n, which is termed as Frobenius series. ഓക്കെ, സോ ഫ്രോബിനിയസ് സീരീസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഫ്രോബിനിയസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഗുലർ സിംഗുലർ പോയിന്റ് വരുന്ന സിറ്റുവേഷനിൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ x raised to m ഇൻറ്റു സമ്മേഷൻ n equal to 0 to infinity a n x raised to എന്നുള്ള ഫോർമാറ്റിലാണ്. അങ്ങനെ സൊല്യൂഷൻ വിളിക്കുന്ന പേരാണ് ഫ്രോബിനിയസ് സീരീസ്. ആൻഡ് ദ പ്രൊസീജിയർ ഈസ് ടേംഡ് ആസ് ഫ്രോബിനിയസ് മെത്തേഡ്. ഓക്കെ, Frobenius method. So for example, consider the legendary equation 1 - x square into y double dash minus 2xy plus p into p plus 1y = 0. So നമ്മൾ ആൾറെഡി കണ്ടാണ് 1 - x square മൊത്തം ഡിവൈഡ് ചെയ്യും. സോ p of x equal to -2x/1 - x square, q of x equal to p into p plus 1/1 - x square. p of x ഉം q of x ഉം are not analytic at x equal to plus or minus 1. സോ നമ്മൾ ചെക്ക് ചെയ്യുന്നു, x - 1 into p of x equal to 2x/x plus 1 ആണ്. സോ analytic at x equal to 1 ആണ്. അതുപോലെ തന്നെ x - 1 സ്ക്വയർ ക്യൂ ഓഫ് എക്സ് ഇക്വൽ അനലിറ്റിക് അറ്റ് എക്സ് ഇക്വൽ ടു 1 ആണ്. എക്സ് ഇക്വൽ 1 ഈസ് എ റെഗുലർ സിംഗുലർ പോയിൻറ്റ്. സിമിലർലി എക്സ് ഇക്വൽ -1 ചെക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താ, എങ്ങനെ ചെക്ക് ചെയ്യുക, x + 1 ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു -2x/1 - x അനലിറ്റിക് അറ്റ് എക്സ് ഇക്വൽ ടു -1 ആൻഡ് x + 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു p ഇൻറ്റു p + 1 ഇൻറ്റു x + 1/1 - x. അപ്പോഴും at എക്സ് ഈക്വൽ ടു -1 എന്തായിരിക്കും, അത് അനലിറ്റിക് ആണ്. സോ ഇറ്റ്സ് എ റെഗുലർ സിംഗുലർ പോയിൻ്റ് ആണ്. എക്സ് ഈക്വൽ ടു 1ഉം എക്സ് ഈക്വൽ ടു -1. Now consider the equation x square y double dash plus xy dash plus x square minus p square equal to y equal to 0. Bessel's equation of order p. Here p of x equal to 1/x, q of x equal to എന്താ പറയുക, കാരണം മൊത്തത്തിൽ നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മൊത്തത്തിൽ ഇക്വേഷൻ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു, എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ p of x equal to 1/x, q of x equal to x square minus p square by x square. ഇവിടെ ക്ലിയർലി നമുക്ക് എന്താ അറിയാം, x equal to 0 പ്രശ്നം ഉണ്ടാവുന്നത്, ഡിനോമിനേറ്ററിൽ 0 വന്ന പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് x equal to 0 ഈസ് എ സിംഗുലർ പോയിൻറ്റ്. Now x into p of x എന്ന് പറഞ്ഞാൽ എന്താ വരിക, 1 ആണ്. സോ ഇറ്റ്സ് അനലിറ്റിക് അറ്റ് x equal to 0 ആൻഡ് x square into p of x equal to x square minus p square, which is analytic at x equal to 0. So x equal to 0 is a regular singular point.
79 ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്യുന്നു. ഈവൺ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് മൈനസ് എക്സ് വൈ ഈക്വൾ 0. ഹിയർ പി ഓഫ് എക്സ് ഈക്വൾ തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആണ്. ബോത്ത് ആർ അനലിറ്റിക് അറ്റ് എക്സ് ഈക്വൾ 0 ആണ്. സോ ഓർഡിനറി പോയിന്റ്സ് ആണ്. സോ വൈ ഈക്വൾ ടു സമ്മേഷൻ എ എൻ എക്സ് ഈസ് ടു എന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വൈ ഡബിൾ ഡാഷിനും വൈ ഡാഷിനും ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. വൈ ഡാഷ് ഈക്വൾ ടു എൻ ഈക്വൾ ടു 1 ടു ഇൻഫിനിറ്റി എൻ എ എൻ എക്സ് ഈസ് ടു എൻ മൈനസ് 1. y double dash equal to summation n equal 2 to infinity n into n minus 1 into a n into x raised to n minus 2. So equation substitute ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഫോമിലോട്ട് നമ്മളെത്തും അല്ലേ. ഇക്വേഷൻ n equal to 2 into infinity n into n minus 1 a n x raised to n minus 2 plus summation n equal to 1 to infinity n a n x raised to n minus 1 minus x into summation n equal to 0 to infinity a n x raised to n equal to 0. സോ ഈ കേസ് എന്നിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? n plus 2 into n plus 1 into a n plus 2 plus n plus 1 into a n plus 1 minus a n minus 1 equal to 0. അതായത് നമുക്ക് എന്ത് കിട്ടും? a n plus 2 equal to നമുക്ക് എന്ത് കിട്ടും? a n minus 1 minus n plus 1 into a n plus 1 divided by n plus 1 into n plus 2. This is the recursion formula. Okay. നമ്മളിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. n equal to 1 n equal to 1 കൊടുത്താൽ a3 equal to a0 plus a1 by 2 into 3. അതിനത് ഇങ്ങനെ കിട്ടാനുള്ള കാരണം നമ്മളിവിടെ എക്സ് നോട്ടിൽ ഇക്വേറ്റ് ചെയ്യുന്നു. എക്സ് നോട്ടിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2a2 plus a1 equal to 0 ആണ്. ദാറ്റ് ഈസ് a2 equal to minus a1 by a2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഫോമിലോട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. ഓക്കെ. ഇനി a4 സിമിലർലി a5 a6 എക്സെട്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ y ഈക്വൾ ടു നമ്മൾ ഫോമുല അത് തന്നിട്ട് കിട്ടിയ ആൾക്കാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. a0നെ a1നെ ആൾക്കാരെ സെപ്പറേറ്റ് മാറ്റി നിർത്തുന്നു. നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ a0 ഇൻറ്റു 1 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ മൈനസ് എക്സ് എസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സ് എസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ എക്സെട്ര a1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എക്സെട്ര. വീണ്ടും പറയുന്നു, നോക്കി പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദയവായിട്ട് പ്രോബ്ലം വീണ്ടും വീണ്ടും ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. So a0 y equal to a0 plus y1 of x into a1 y2 of x. So y1 of x equal to ഫംഗ്ഷൻ ആണ്, y2 of x ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി y dash of x നമ്മുടെ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. y dash of x equal എന്താ വരിക? തന്നിരിക്കുന്ന ആളുടെ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ്. y2 dash of x ആണ് ഈ ആളുടെ ഡെറിവേറ്റീവ്. ഈ രണ്ട് പോയിന്റിൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഒരു x equal 0 വാല്യൂ വന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് y1 of 0 equal to 1 ആണ്. ദാറ്റ് ഈസ് y1 dash of 0 equal to 0 തന്നിട്ടുണ്ട്. അതുപോലെ y2 of 0 equal to 0 ആണ്. y2 dash of 0 equal to 1 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കത് കിട്ടും ഓട്ടോമാറ്റിക്കലി. കാരണം നമ്മുടെ 0 കൊടുത്താൽ y1 dash of 0 എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ x ഉണ്ട്. സോ x equal 0 കൊടുത്താൽ മൊത്തത്തിൽ 0 ആയിരിക്കും. ഇവിടെ 1 മൈനസ് എക്സിൻ്റെ ഫംഗ്ഷൻ വന്നത്. അപ്പോൾ x equal 0 കൊടുത്താൽ എന്തുണ്ടാവും? 1 മൈനസ് 0 ആയിരിക്കും. സോ 1 വരും. ഓക്കെ. സിമിലർലി y dash of എക്സിൽ x equal 0 കൊടുത്താൽ ഈ ടേമുകളെല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. മറ്റേതിൽ x equal 0 കൊടുത്താൽ മൊത്തത്തിൽ ക്യാൻസൽ ആയി പോകും. സോ 0 കിട്ടും. ഓക്കെ. സോ അത് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഗിവൺ 1 പ്ലസ് എക്സ് സ്ക്വയറിന് y ഡബിൾ ഡാഷ് പ്ലസ് 2x y ഡാഷ് മൈനസ് 2y ഈക്വൾ 0. സോ നമ്മൾ എന്ത് ചെയ്യും? 1 പ്ലസ് എക്സ് സ്ക്വയറിന് മൊത്തത്തിൽ എന്ത് ചെയ്യും? തന്നിരിക്കുന്നതാണ് ഡിവൈഡ് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? ഈക്വൾ ടു y ഡബിൾ ഡാഷ് പ്ലസ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് y ഡാഷ് മൈനസ് 2 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് y ഈക്വൾ 0 ആണ്. സോ p ഓഫ് എക്സ് ഈക്വൾ ടു 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. q ഓഫ് എക്സ് ഈക്വൾ ടു മൈനസ് 2 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. സോ അറ്റ് എക്സ് ഈക്വൾ 0 പ്രശ്നമില്ല. ഇറ്റ്സ് അനലിറ്റിക് ആണ്. സോ ഓർഡിനറി സിംഗുലർ പോയിന്റ് ആണ്. ഇനി നമ്മളെന്താ ചെയ്യുക? നമ്മുടെ പവർ സീരീസ് സബ്സ്റ്റാൻഡിനെ കൊടുക്കണം അല്ലേ. y ഈക്വൾ ടു സമ്മേഷൻ a n x raised to n എന്ന് വിധ പവർ സീരീസ് സൊല്യൂഷൻ. സോ y ഡാഷ് കണ്ടുപിടിച്ചു. സമ്മേഷൻ n a n x raised to n minus 1. y ഡബിൾ ഡാഷ് ഈക്വൾ ടു സമ്മേഷൻ n minus 1 into n into a n x raised to n minus 2. സോ ഇത് കൊണ്ട് കൊടുക്കുന്നു. നമ്മൾ എന്നിട്ട് x raised to കോഎഫിഷ്യൻ്റ് നമ്മൾ അതിനനുസരിച്ച് ഇക്വേറ്റ് ചെയ്യുന്നു അല്ലേ. ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് x raised to n വി ഗെറ്റ് എന്ത് കിട്ടും? n plus 2 into n plus 1 into a n plus 2 plus 2 into n plus 1 a n plus 2 plus n into n minus 1 a n plus 2n a n minus 2 a n equal 0. So a n plus 2 equal to 2 minus n square by a n into n plus 2 into n plus 1. So a n plus 2 equal to ഈ മൊത്തത്തിലെ ഫോമുലേനെ മാറ്റി എഴുതി മൈനസ് ഓഫ് n plus 2 into n minus 1 into a n divided by n plus 2 into n plus 1. സോ കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. ദാറ്റ് മീൻസ് എന്ത് വരും? മൈനസ് ഓഫ് n minus 1 into a n by n plus 1 ആയിട്ട് മാറി. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n equal 0 കൊടുത്താൽ a2 equal 0 കിട്ടി, a3 equal 0 കിട്ടും. സിമിലർലി a4 കിട്ടി, a0 by a3 ആണ്. സോ നമ്മൾ കണ്ടുപിടിച്ചു. സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തുണ്ടാവും? ദിസ് ഈസ് ഈക്വൽ ടു a0 ഇൻറ്റു a0 പ്ലസ് a1x പ്ലസ് a2x എക്സെട്ര ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
നമുക്ക് എന്ത് കിട്ടും? 0 ആയിട്ടുള്ള ക്യാൻസലായി പോകും. ബാക്കി എന്ത് വരുമ്പോൾ a0 × 1 + x² - x⁴/3 x⁴/5 - etc. + a1 x. ഓക്കെ, സോ ഈ ആൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും a0 + x × x - x⁴/3 ഫാക്ടോറിയൽ 3 x⁴/5 etc. എന്ന് എഴുതിയിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്തു? അതിനെ tan 1 x എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് a0 + 1 + x × tan 1 x + a1 x എന്ന് എഴുതിക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. നമുക്ക് നേരത്തെ കിട്ടിയ ഈ പവർ സീരീസ് എക്സ്പാൻഷൻ ഉത്തരത്തിൽ അവസാനിപ്പിച്ചാലും മതി. ഓക്കെ, കാരണം എല്ലാ സമയത്തും നമുക്ക് tan 1 x ഫോമുലയാണ് അതെന്നുള്ളതൊന്നും ഓർമ്മയുണ്ടാവണമെന്നില്ല, അറിഞ്ഞാൽ നല്ലത്. ഈ y' + p + 1/2 - 1/4 x² y = 0 ആണ്. സോ p of x = ക്ലിയർലി എന്താണ്? p of x 0 ആണ് ഇവിടെ. ക്ലിയർലി q of x = p + 1/2 - 1/4 x² ആണ്. ബോത്ത് അനലിറ്റിക് ആയിട്ട് x = 0 ആണ്. സോ ഓർഡിനറി സിംഗിൾ പോയിന്റ് ആണ്. എന്ത് ചെയ്യുക? y = summation a n x എന്ന പവർ സീരീസ് y' കണ്ടുപിടിച്ചത് എല്ലാം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x⁴ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? n + 2 × n + 1 an + 2 p + 1/2 × an - 1/4 an - 2 = 0 ആണ്. അതിൽ an + 2 ഒരു ടേമിലോട്ട് എത്തിച്ചേരുന്നു. അതിൽ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താൻ സൗകര്യത്തിന് x0 കോഎഫിഷ്യൻ്റ് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് a2 വാല്യൂ അതിൽ നിന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് x we get a3 = -p + 1/2 × a1/x ആണ്. സോ an + 2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ p = 2 a4 a5 etc. നമ്മൾ കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആൾക്കാരെ അനുസരിച്ച് a0 ആൾക്കാരെയൊക്കെ ഒരു സൈഡിലോട്ടും a1 സൈഡിലോട്ടും ആൾക്കാർ മാറ്റുന്നു. ഓക്കെ, തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ സൊല്യൂഷൻ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോ y = w e⁻⁻ x²/4 ആണ്. അതിനാണ് y' എന്താ വരിക? w × e⁻⁻ x²/4 × -x²/4 ഡെറിവേറ്റീവ് എന്താ? -2x/4 പ്ലസ് വരും e⁻⁻ x²/4 × w' വരും. അതായത് ദാറ്റ് ഈസ് y' എന്ത് എഴുതാൻ പറ്റും? e⁻⁻ x²/4 കോമൺ എടുത്താൽ w' - x/2 w ആയി മാറും. w" അപ്പോൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് വരിക? രണ്ട് ഫംഗ്ഷനായി കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് e⁻⁻x−4 × എന്താ w' - x/2 w ഡെറിവേറ്റീവ് വെച്ചാൽ w" - x/2 w' - w2 w/2 × x ഡെറിവേറ്റീവ് ആണ് 1 ആണ് പോകും. അത് പ്ലസ് w' - x/2 w × e⁻⁻ x²/4 × -x/2 മൾട്ടിപ്ലൈ ആണല്ലോ. മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? e⁻⁻ x²/4 കോമൺ എടുത്തു കഴിഞ്ഞാൽ w" - x പ്ലസ് x²/4 × -1/2 × w. ഇനി ഇത് തന്നെ എന്താ? ദാറ്റ് ഈസ് y" ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്? ദിസ് ഈസ് ഇവിടെ y കൊടുത്താൽ y" - x y' p + 1/2 - 1/4 x² y = 0. That implies e⁻⁻ x²/4 × w" - x x²/4 - 1/2 × w = 0. സോ ഇതിനകത്തുള്ള വേണ്ട രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തുന്നു. നമ്മൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് w" - x പ്ലസ് t = 0 എന്നുള്ളത് ഉത്തരത്തിൽ കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ നേരെ നോക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. ഓക്കെ.